ഹായ് ഹലോ നമസ്കാരം. വിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രാവിലെ നേരത്തെ ഞാൻ എത്തിച്ചേർന്നിരിക്കുന്നത് പാലക്കാടുള്ള രാമശ്ശേരി എന്ന് പറയുന്ന ഗ്രാമത്തിലേക്കാണ്. രാമശ്ശേരി ഇത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള പേരാണല്ലേ, എല്ലാവർക്കും അറിയാം. രാമശ്ശേരി ഇഡ്ലി എന്ന് പറയുന്നത് വേൾഡ് ഫേമസ് ആയിട്ടുള്ള എല്ലാവരും ഉണ്ടാക്കുന്ന, ഇപ്പം എല്ലാവരും കമേഴ്ഷ്യലായിട്ട് ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഇതിനൊരു ഒറിജിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവമുണ്ട്. ഞാൻ നിൽക്കുന്നത് രാമശ്ശേരി ഗ്രാമത്തിലാണ്. എൻ്റെ പിന്നാലുള്ളതാണ് ആ ഒരു എക്സാക്ട് ഒറിജിൻ, സരസ്വതി ടീ സ്റ്റോൾ. വളരെ ചെറിയ രീതിയിൽ കൊണ്ട് നടത്തുന്ന ഒരു അമേസിങ് ആയിട്ടുള്ള ഒരു ടീ സ്റ്റോൾ. ഒരുപാട് വെറൈറ്റി, ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ടെങ്കിലും ഇവരാണ് ഒറിജിനായിട്ട് ചെയ്യുന്നത്. വരൂ, നമുക്ക് പോവാം. காலையில பூ போடுவீங்களா? ஓணம் வரைக்கும் போடுவீங்களா? சரி. நானும் அங்கே போடுவேன். நான் துபாயில் இருக்கேன். நான் அம்மா வீட்டுக்கு வந்தேன். எப்பனூர் கொடுவாயூர் பக்கத்தில் உள்ள பேர. ഒരു ചെറിയൊരു ടീ സ്റ്റോളിൻ്റെ ഉള്ളിലേക്കാണ്. രാവിലെ നേരത്തെ സമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. வணக்கம்மா, நான் ராஜாமணி சார் கிட்ட பேசியிருந்தேன். அப்பதான் சொன்னாங்க சீக்கிரமா வந்தா எடுக்கிறதெல்லாம் பார்க்கலான்னு. அப்போ ഇവിടെ നമ്മൾ കാണുന്നതാണ് വളരെ ലോകപ്രസിദ്ധമായി എല്ലാവർക്കും ഒരുപാട് ഇഷ്ടമുള്ള രാമശ്ശേരി ഇഡ്ലി ഉണ്ടാക്കുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇതാ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന രാമശ്ശേരി ഇഡ്ലി നമ്മളും ഉണ്ടാക്കുന്നുണ്ട്. നമ്മള് പല രീതിയിലാണ് ഉണ്ടാക്കുന്നത് ആൾക്കാർ. പക്ഷെ ഈ ഒരു ഒത്തന്റിക് ആയിട്ടുള്ള ടേസ്റ്റ് എവിടെയും തന്നെ കിട്ടില്ല. അപ്പൊ നോക്കൂ, അവരുടെ ആ ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ ഉണ്ടാക്കുന്ന ആ ഒരു മെത്തേഡാണ് നിങ്ങൾ ഈ കാണുന്നത്. അപ്പോൾ അതിൻ്റെ ഇത് എന്നൊക്കെ சொல்றது? இது ஓடு. ஆஹா, இது அதுக்கு அவசரமாவே அந்த சட்டியா? ഓടില് നൂല് കെട്ടിയിരിക്കുകയാണ്. ഓക്കെ, കോട്ടൺ നൂല് കെട്ടിയിരിക്കുകയാണ്. എന്നിട്ട് ഈ മാവ് അതിലേക്ക് സ്പ്രെഡ് ചെയ്യും. തുണി വിരിച്ചിട്ട് സ്പ്രെഡ് ചെയ്തിട്ട് ഇതിന്റെ മുകളിൽ വീണ്ടും വെക്കും അല്ലേ? 3 വെക്കും. ഓക്കെ. ഒരു ദിവസം എത്ര ഇഡ്ഡലി ഉണ്ടാക്കും ചേച്ചി? ഓ, ഇതിപ്പോ ഓർഡർ പോയിക്കൊണ്ടിരിക്കുക. ഓക്കെ, ശരി. എന്നിട്ട് ഇതിനെ അങ്ങനെ അടച്ചു വെക്കുകയാണ്. ഓക്കെ. ഇപ്പൊ ഓരോന്നിലും ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുകയാണ്. എത്ര മിനിറ്റ് എടുക്കും ചേച്ചി ഒരു സെറ്റ് അങ്ങനെ ആവാന്? 3 മിനിറ്റ്. ഓക്കെ. ഇപ്പൊ ഇതിന്റെ ഒരു കൂട്ട് എന്ന് പറയണത് പറഞ്ഞു തരാൻ പാടാത്തതൊന്നാണോ, അതോ നിങ്ങൾ എല്ലാവരുടെ അടുത്തും പറയാറുണ്ടോ? അത് ചോദിക്കാൻ ഞാൻ പാടില്ലേ, എനിക്കറിയില്ല. അത്ര തന്നെ. അതെ അല്ലെ, നമ്മളൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഈ ഒരു ടേസ്റ്റ് വരാറില്ല, അതുകൊണ്ട് ചോദിച്ചതാണ്. അപ്പോ ഇത് അമ്മ എത്ര വർഷമായി അമ്മ ഉണ്ടാക്കുന്നതേ? ഈ ഒരു ഇല എന്താണ് അമ്മ? അത് ശരി. ഓക്കെ. അതെ, എവിടെ? അതെ, ഞാൻ പോവാൻ പാടുവോ? നമ്മള് മുമ്പില് പൂവിടാൻ കണ്ടില്ലേ? ഇതാ ഞാൻ എന്നിട്ട് പൂവിട്ടിട്ട് സംസാരിച്ച് എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഇവരൊക്കെ ഇവിടെ ജോലി ചെയ്യണതാണ്. ഇതാണ് ഭാഗ്യലക്ഷ്മി അമ്മ. അതല്ലേ? ഭാഗ്യലക്ഷ്മി അമ്മയാണ്. அம்மா நீங்க தான் இது ஸ்டார்ட் பண்ணீங்க? அல்ல, பாட்டி காலத்துல அதெல்லாம் 150 வருஷம் ஆயிடுச்சு. என்ன கல்யாணம் பண்ணிட்டு வந்தது. ஓ, നിങ്ങളെ കല്യാണം பண்ணிட்டு വന്നത് ഇവിടെ? சரி. அப்பல இருந்து உங்க மாமியார் தான் இது உங்களுக்கு கத்து கொடுத்ததா? ஓ, அது சரி. 5ാമത്തെ തലമുറയാണ്.
അഞ്ചാമത്തെ തലമുറയായിട്ടോ ഈ ഒരു സംഭവം ചെയ്യാൻ തുടങ്ങിയിട്ട്. ഓക്കെ ഓക്കെ ഓക്കെ. அப்ப அம்மா நீங்க சொல்லுங்க, இது ஃபர்ஸ்ட் நீங்க வந்து கல்யாணம் முடிச்சு நீங்க இங்க வரும்போது இது ஏன் அந்த ராமேஸ்வரி இட்லி இப்படி பண்ணணும்னு எல்லாம் உங்க மாமியார் சொல்லுங்க. பேக்கரி ஐட்டம் ஒன்றும் இல்லையில, அப்போ குழந்தைங்களுக்கு சாப்பாடுக்கு வேண்டி ഉണ്ടാക്കാൻ இப்போ வெளியில வாங்கி പാടങ്ങളിൽ നെല്ലറുത്ത് കൊടുക്കുമല്ലേ കൊണ്ടുപോയി മുളക് ചട്നി തമ്പി. ഇവിടെ രാമേശ്വരി പൊടി ഭയങ്കര ഫേമസ് അല്ലേ ഇതിന്റെ കൂടെ? ഓക്കെ. അപ്പൊ നിങ്ങളെ പൊടിച്ച് നിങ്ങളെ എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും ഇങ്ങനെ ഒരു ഭാഗ്യം തന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം അമ്മ. பார்த்ததுல ரொம்ப சந்தோஷம். 2 இட்லி நான் முடிஞ்சா நானும் ஊத்திட்டு போறேன். இல்ல இனி எல்லாம் இந்த பாக்கியம் கிடைக்குமான்னு தெரியாது பாருங்க. இல்ல எத்தனையோ பேர் கமர்ஷியலா பண்ணிட்டு இருக்காங்க இந்த பேர் சொல்லிட்டு. ஆனா ஒத்தன்டிக்கா உங்ககிட்ட வர முடிஞ்சது இல்ல, அதுதான் ரொம்ப பாக்கியமா நினைக்கிறேன். கண்டிப்பா கண்டிப்பா. അത് ശരി. അതിലേക്ക് ആക്കി വെക്കണോ? അതോ എല്ലാത്തിലേക്ക് ആക്കി വെക്കണം, നമുക്ക് കൈ ചൂടാതിരിക്കാൻ. ഓ അത്ര എണ്ണ ഉള്ളൂ, അല്ലാണ്ട് അതിന്റെ മുകളിലേക്ക് വെക്കണമൊന്നുമില്ല അല്ലെ? ഓക്കെ 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 ഓക്കെ. ഇതിന്റെ കൂടെ എന്താണ് കഴിക്കുക? പൊടിയുണ്ട്, ഇഡ്ലിപ്പൊടി. ഞാൻ അവിടെ ഒരു സമ്മന്തി കണ്ടു. ഓക്കെ ഓക്കെ. ഇനിയിപ്പോ അടുത്തത് ഒഴിക്കുന്നതില് ഒരു 2 എണ്ണം ഞാൻ ഒഴിക്കട്ടെ. നമുക്ക് വളരെ വളരെ വേൾഡ് ഫേമസ് ആയിട്ടുള്ള രാമേശ്വരി ഇഡ്ലി 2 എണ്ണം ഞാനും അങ്ങോട്ട് ഒഴിക്കാം. ഓക്കെ, ഒഴിക്കട്ടെ. ചേച്ചി എന്തെങ്കിലും തെറ്റെന്തെങ്കിലും ഒറ്റ കയ്യിൽ മതിയോ? എന്നിട്ട് പരത്തണ മതിയോ? ഓക്കെ. ഇനി അടുത്തത് വെക്കുക. കൂടുണ്ട്. ഇത് മതിയോ ചേച്ചി? മതി. ഇനി ഇതെടുത്തിട്ട് അരച്ചു വെച്ചു. വളരെ സന്തോഷം. ഇത് ഉണ്ടാക്കി വെച്ചുകൊണ്ടിരിക്കുന്ന രാമേശ്വരി ഇഡ്ലിയാണ്. ഓക്കെ, നമ്മൾ വിചാരിക്കണ മാതിരി വളരെ തിക്കൊന്നും അല്ല, വളരെ തിന്നായിട്ട് ഉള്ള ഒരു ഇഡ്ലിയാണ്. അപ്പൊ ഇനിയിപ്പോ ഇത്രയും സംസാരിച്ചു, ഇനി നമുക്ക് ടേസ്റ്റ് ചെയ്യാം. അപ്പൊ അമ്മ ഇത് എങ്ങനെയാണ് ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഇതില് വെറ്റില ഉണ്ടല്ലോ? മാവ് പൊളിക്കാണ്ടിരിക്കാൻ വെച്ചിട്ട് മാവ് പൊന്തി പോകും. കുറച്ച് പീസെല്ലാം വെച്ചിട്ടുണ്ട്. അപ്പൊ നിറയെ മാവ് അരയ്ക്കുമ്പോ ചിലപ്പോൾ പൊളിച്ച്, അപ്പൊ വെറ്റിലിന്ന് ഇട്ടാ പൊളിച്ച് കമ്മിയാവും. അപ്പൊ ഇതിന് കണക്ക് എങ്ങനെയാ? ഒരു വീട്ടില് ഇപ്പൊ സാധാരണ ഒരു 4 പേര് ഉള്ള വീട്ടിലാണ് വെക്കും. എങ്ങനെ കണക്കിൽ ഉണ്ടാക്കണം? 4 ഗ്ലാസ് അരിയിട്ട 1 ഗ്ലാസ് ഉഴുന്നത്. ഏത് 4 ഗ്ലാസ് ഇഡ്ലി അരി ഇട്ട 1 ഗ്ലാസ് ഉഴുന്ന്? ഏത് ഉഴുന്ന്? മുഴുവനുള്ള ഉഴുന്ന് അതോ തൊലി വേണോ? എങ്ങനെ? തൊലി ഇല്ലാത്ത തൊലിയുള്ളതാണെങ്കിൽ അന്ന് കഴുകിയിട്ടിടുകയാണ്. അതായാലും കുഴപ്പമില്ല, അതായാലും കുഴപ്പമില്ല. ഓക്കെ. ഇത് രണ്ടും തന്നെ കുതിർക്കണം. തന്നെ കുതിർത്ത് അരച്ചിട്ട് ഉപ്പിട്ട് കഴിക്കും. അത്രേ ഉള്ളൂ. എന്നിട്ട് ഒരു ദിവസം രാത്രി അങ്ങോട്ട് കലക്കി വെക്കുക, എന്നിട്ട് അടുത്ത ദിവസം രാവിലെ ഇങ്ങനെ ഒഴിക്കുക. എനിക്ക് തോന്നുന്നു ഇങ്ങനെയുള്ള ആ ഒരു ഓടിന്റെ ഇതില് വരുമ്പോഴാണ് തോന്നുന്നു ആ മണം വരുന്നത്. നമ്മള് വീട്ടിലൊന്നും ഇങ്ങനെ ഇല്ലല്ലോ. അല്ല, ഇതിപ്പോ കിട്ടുവോ? ഇതില് മണ്ണിന്റെ കിട്ടില്ല. ഉണ്ടാക്കുന്ന ആള് സുഖമില്ലാണ്ടിരിക്കണം. ഇത് പറഞ്ഞേൽപ്പിച്ച് പൊള്ളാച്ചിന്ന് കൊണ്ടുവരണം. ഒരു ഓട് 100 രൂപയാണ്. ഓ, ഈ ഒരു ഓട് പിന്നെ നമ്മൾ നൂലിട്ട് കെട്ടണം. ഓ, അത് ശരി. ഓക്കെ ഓക്കെ ഓക്കെ. അതെ അല്ലേ? ഓക്കെ. അപ്പൊ ഞാൻ എന്തായാലും പോയിട്ട് കഴിക്കട്ടെ. കഴിച്ചോ? ഓക്കെ, താങ്ക് യു അമ്മേ. ശരി കേളെ. அக்கா நான் போய் சாப்பிட்டுட்டு வரேன். நாங்க தமிழ் தான். நீங்க தமிழ் தானா? அப்ப எங்க இருந்து நீங்க? நாங்க கொல்லங்கோடு சின்ன வயசுலயே திருப்பூர் வந்து திருப்பூர்ல இருந்து நீங்க கல்யாணம் பண்ணிட்டு வந்து 52 வருஷம். ஓ, சரி சரி சரி. அப்ப நீங்க பேசிக்கா திருப்பூர்? திருப்பூர். ஓகே. நான் படிச்சது வளர்ந்ததெல்லாம் கோயம்புத்தூர். சரி. ஓகே. நாங்க தமிழ் தான். நீங்க தமிழ் தானா? அப்ப எங்க இருந்து நீங்க? நாங்க கொல்லங்கோடு சின்ன வயசுலயே திருப்பூர் வந்து
கோயம்புத்தூர்லேயும் சொந்தக்காரர்கள் இருக்காது இங்கெல்லாம் உள்ள நாட்டு இருக்கா? நான் வந்து ஸ்கூலு வந்து ராமநாதபுரம், அப்புறம் எல்லாம் அப்பா பிஸ்னஸ் எல்லாம் அங்கே தான் பண்ணிட்டு இருந்தாங்க. அங்கே தான் சுங்கத்தில் தான் படித்தேன், அங்கே காலேஜில் தான் படித்தேன். அப்புறம் கல்யாணம் ஆகிறதோட அந்த டைமில் நான் இங்கே வந்தாச்சு. அம்மா வீடு வந்து கொடுவாயூர் பக்கத்தில். സാമ്പാർ, ചട്നി, മുളക് സമ്മന്തി, വെരി ഫേമസ് രാമശ്ശേരി പൊടി, ഇഡ്ലി പൊടി. ഇത് ഞാൻ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ആൻഡ് അവരുടെ എണ്ണ. ഇതാണ് കൂട്ടി കഴിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ വെയിറ്റ് ചെയ്യാം, നമുക്ക് അവർ കൊണ്ടുവരാം. വന്നോ? നിങ്ങൾ ഉണ്ടാക്കിയ ഇഡ്ഡലി തന്നെ? ഞാൻ തന്നെ ഉണ്ടാക്കിയ ഇഡ്ഡലിയാണ് അല്ലേ? താങ്ക് യു. ആഹാ, വളരെ മനോഹരമായിട്ട് ഒരു പ്ലേറ്റിൽ 4 ഇഡ്ഡലി. ഞാൻ അവിടെ ഒഴിച്ചില്ലേ, ആ ഇഡ്ഡലിയാണ്. വെരി നൈസ്. എനിക്ക് ഫേവറേറ്റ് ആയിട്ട് കഴിക്കാൻ ഇഷ്ടം ചട്നി, മുളക് സമ്മന്തി, സാമ്പാർ. ഉപ്പ വേണം. വട എടുക്കട്ടെ? വട ഒരു മെൽറ്റ് ഇൻ യുവർ മൗത്ത്. കഴിക്കാനല്ലേ superb. Origin is an origin. കറിക്കൊക്കെ കാര്യമൊന്നുമില്ല കേട്ടോ, അതങ്ങോട്ട് പോവുക. ഞാനും വിചാരിച്ചു ഈ 4 എണ്ണമൊക്കെ എങ്ങനെ കഴിച്ചു തീർക്കും. ഇനി പൊടി അവരുടെ ഫേമസ് ആയിട്ടുള്ള പൊടിയാണ്. എണ്ണ ഒഴിച്ചിട്ട് wow. Amazing. ഞാൻ കഴിക്കട്ടെ. അപ്പോൾ ബിസി ആയിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ടാണ് അവർ നമ്മളോട് 8:30 മുമ്പ് ഇവിടെ എത്തണം എന്ന് പറഞ്ഞത്. സോ പാർസലുകൾ ഇവിടുന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ്. 100, 700 എന്ന് പറഞ്ഞ പോലെ ഞാൻ തന്നെ ഉണ്ടാക്കിയ ആ 4 ഇഡ്ഡലി ഞാൻ കഴിച്ചു തീർത്തിരിക്കുന്നു. ചായ കാപ്പിയും കുടിക്കില്ല, അതുകൊണ്ട് ഒരു ലൈറ്റ് പാലും വെള്ളം. ആംബിയൻസ്, ചായക്കട. அம்மா மனசு திருப்தி. எவ்வளோ வருஷாச்சு தெரியுமா இங்க வந்து சாப்பிடணும்னு நினைச்சிட்டு முடியவே இல்லை. நான் சுட்ட இட்லி நானே சாப்பிட்டேன். ரொம்ப സന്തോഷം, பார்த்ததுல ரொம்ப സന്തോഷം. അതായത് നമ്മളൊക്കെ പാചകം ചെയ്യുന്നവരാണ്, പക്ഷെ ഇത്രയധികം ആൾക്കാരെയും കണ്ട് ഇത്രയധികം തലമുറയും കണ്ട് ഒരു ഗുരുവിന് ഒരു ശിഷ്യ ദക്ഷിണയായിട്ട് കണക്കാക്കുക, അനുഗ്രഹിക്കുക. ഒരുപാട് അനുഗ്രഹം മാത്രം. ഓക്കെ, ശരി അമ്മ. അപ്പോൾ ഒരുപാട് സന്തോഷത്തോടു കൂടിയിട്ട് ഞാനിന്ന് രാമശ്ശേരി സരസ്വതി ടീ സ്റ്റാളിൽ നിന്ന് ഇറങ്ങുകയാണ്. എത്രയോ കാലത്തെ ആഗ്രഹമായിരുന്നു. അച്ഛടി അമ്മടിയും കല്യാണത്തിൻ്റെ സമയത്ത് റിസപ്ഷന് രാമശ്ശേരി ഇഡ്ഡലി വിളമ്പിയിട്ടുണ്ടായിരുന്നു എന്ന് കേട്ട മുതൽ ഞാൻ ആഗ്രഹിച്ചിരുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ ഒറിജിനിൽ വന്ന് കഴിക്കണമെന്ന്. ഇന്ന് അതിന് സാധിച്ചു. നിങ്ങളുടെ അടുത്ത് കാണിക്കാനും എനിക്ക് പറ്റി. ആ കൂട്ട് അമ്മ പറഞ്ഞു തന്നിട്ടുണ്ട്, എത്രമാത്രം സക്സസ്ഫുൾ ആകുമെന്ന് അറിയില്ല. അപ്പോൾ എന്തായാലും എല്ലാവരോടും ഒരുപാട് നന്ദി പറഞ്ഞുകൊണ്ട് താങ്ക് യു സോ മച്ച്. വീണ്ടും നമുക്ക് കാണാം.
പുതിയൊരു വ്ളോഗിൽ. Till then, take care and bye-bye.